രാവിലെ എണീറ്റ് വന്നപ്പോഴേ ഞാൻ ജോഷിൻ്റെ ചെയറിൽ അങ്ങ് ഇരുത്തി. അല്ലേ ജോഷു? ഇനി എവിടെയെങ്കിലും ഇരുന്നോളൂ കുറച്ച് നേരം, പാപ്പം കഴിക്കുന്നിടം വരെ. അല്ലേ അല്ലേടാ കള്ള? ഹായ് എവ്രി വൺ, എൻ്റെ നെസ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നൊരു വീക്കെൻഡാണ്, ശനിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും വീട്ടിലുണ്ട്. ഇച്ചിരി തിരക്കുള്ള ദിവസമായിരിക്കും ഇന്ന്. പിന്നെ നമുക്കൊന്ന് പുറത്ത് പോകണം കുറച്ച് കഴിയുമ്പം. ഇത് നോവിയുടെ കലാവിരുതാണ് കേട്ടോ. അതവിടെ നിന്ന് മാറ്റാൻ ആൾ സമ്മതിക്കത്തില്ല. സ്കൂളിൽ നിന്ന് വരച്ചുകൊണ്ട് വന്നതാണ്. വന്ന ദിവസം തന്നെ അവിടെ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. തൊടാൻ സമ്മതിക്കില്ല. എൻ്റെ ഒരേ ഒരു ആരാധകൻ ഈ ഇരിക്കുന്ന ആളാണ്, അല്ലേ? ഇതാണ് എൻ്റെ അടുക്കള. രാവിലെ നമുക്ക് ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണം. എന്തൊക്കെയാണെന്ന് കാണിച്ചു തരാം. കുറച്ച് ഫ്രൂട്ട്സ് അവിടെ ഇരിക്കുന്നുണ്ട്. നമുക്ക് ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട് കേട്ടോ. സൂപ്പർ സ്റ്റോറുണ്ട് ഇവിടെ. അവിടെ നല്ല ഏത്തപ്പഴം കിട്ടിയിട്ടുണ്ട്. കുറച്ച് പഴംപൊളി ഉണ്ടാക്കണം കുറച്ച് കഴിയുമ്പോൾ. അങ്ങനെ പിന്നെ ഇത് ജോഷിൻ്റെ ക്യാമറയാണ്. വെള്ളിൽ ജോഷു കിടന്നുറങ്ങുമ്പം നമുക്കിവിടെ എഴുന്നേറ്റിട്ടുണ്ടെങ്കിൽ അറിയാൻ പറ്റും. അതിന് വേണ്ടി മേടിച്ചു വെച്ചതാണ്. പിന്നെ ഇവിടെ കുറച്ച് അല്ലറ ചില്ലറ സാധനങ്ങൾ ഇരിക്കുന്നുണ്ട്. അത്യാവശ്യത്തിനുള്ള വേദന സംഹാരി, പിന്നെ ഒരു ചെറിയ നോട്ട്ബുക്ക്, അങ്ങനെ കുറച്ച് സാധനങ്ങൾ, ലിപ് ബാം. അങ്ങനെ പിന്നെ ഇങ്ങോട്ട് വന്നാൽ ഇത് ജോഷിന്റെ ഫ്ലാസ്ക്, ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചത്. പിന്നെ ഇതാണ് നമ്മുടെ ഷെഫ് ആൻറ്റി തൊട്ടിരിക്കുന്നത്. ഇതെന്റെ റൈസ് കുക്കർ. ഞാൻ ഇന്നലെ ഒന്ന് വാഷ് ചെയ്ത് വെച്ചാണ്, ഡ്രൈ ആയിട്ടുണ്ട്. പിന്നെ നമ്മുടെ മിക്സിയും കെറ്റിലും അവിടെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഇവിടെ കുറച്ച് പാത്രങ്ങൾ വെച്ചിട്ടുണ്ട്. പിന്നെ ഇങ്ങോട്ട് വന്നാൽ ആർക്കും വേണ്ടാതെ പൊടി പിടിച്ച് എവിടെയൊക്കെ കിടന്ന് കുറച്ച് സാധനങ്ങൾ ഞാൻ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇവിടെ കുറച്ച് കപ്സ് ഇരിപ്പുണ്ട്. അത് നമ്മുടെ ഫോട്ടോസും എല്ലാം ഉണ്ട്. എന്തിനാണ് എന്നെ ഇവിടെ വെച്ചിരിക്കുന്നതെന്ന് അറിയാതെ 2 പ്ലാന്റ്സ് അവിടെ ഇരിക്കുന്നുണ്ട്. അത് മാർബിൾ പോത്തോസ് ആണ് കേട്ടോ. വെള്ളത്തിലിട്ട് വെച്ചിരിക്കുന്നതാണ്. കുഴപ്പമില്ല, വളരുന്നുണ്ട്. പിന്നെ ഇവിടെ നമ്മുടെ ഫ്രിഡ്ജ്. ഇവനെ നമുക്കൊരു എസ്തെറ്റിക് കിച്ചണാക്കി മാറ്റിയെടുക്കണം. പണിയുണ്ട്. ജോഷു എണീറ്റിട്ടുണ്ട്. അപ്പോൾ അവൻ്റെ പാല് തിളപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. ഇത് നമ്മുടെ ഫുഡ് പ്രോസസ്സറാണ് കേട്ടോ. അതിനകത്ത് മിൽക്ക് വാമറുണ്ട്. കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട്, കാണാത്തവരൊന്ന് കണ്ടു നോക്കണേ. ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് അപ്പവും മുട്ടക്കറിയാണ്. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മുട്ടക്കറിയാട്ടോ അത്. ഇതിൻ്റെ അകത്ത് ഞാൻ എടുത്തിരിക്കുന്നത് ഒണിയൻ വേണം. ഒരു ഹാഫ് ഒണിയൻ മതി, ഒത്തിരി ഇടരുത്. അത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കണം. പിന്നെ ജിഞ്ചർ, ഗാർലിക്ക്, അതും 2 പീസ് വെച്ചെടുത്താൽ മതി. പിന്നെ കറി ലീവ്സ് എടുത്തിട്ടുണ്ട്, പച്ചമുളക് എടുത്തിട്ടുണ്ട്. പൗഡർ ഞാൻ ഇട്ടിരിക്കുന്നത് മല്ലിപ്പൊടി ഇട്ടിട്ടുണ്ട്, കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ടുണ്ട്. മുളക് പൊടി ഇടില്ല കേട്ടോ. മുളക് പൊടി ഇടുമ്പോൾ വേറെ ടേസ്റ്റ് ആയി പോകും. അതുപോലെ തന്നെ ടൊമാറ്റോയും യൂസ് ചെയ്യാറില്ല. അത് നന്നായിട്ട് വഴറ്റിയെടുത്തു, പച്ചമണം മാറുന്നിടം വരെ. കഴിഞ്ഞ് തേങ്ങാപ്പാൽ ആഡ് ചെയ്തു. ഞങ്ങൾ ഈ തേങ്ങാപ്പാലാണ് കേട്ടോ മേടിക്കുന്നത്. ഇത് കോസ്കോയിൽ കിട്ടും. വേറെ പല തേങ്ങാപ്പാലുകളും ട്രൈ ചെയ്തിട്ടുണ്ടെങ്കിലും ഇതിനാട്ടോ ശരിക്കും നാട്ടിലെ ഒരു തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് തോന്നിയിട്ടുള്ളത് എനിക്ക്. സോ അതൊഴിച്ചു. ഒരു ക്യാനാണ് ഞാൻ ഒഴിക്കുന്നത്. അതൊന്ന് ചെറുതായിട്ടൊന്ന് തിളയ്ക്കാൻ വേണ്ടി വെയിറ്റ് ചെയ്തു. കഴിഞ്ഞിട്ട് നമുക്ക് മുട്ടയിടാം. കുറച്ച് ഉപ്പും ഒരു 1/2 ടീസ്പൂൺ ഗരം മസാലയും കൂടെ ആഡ് ചെയ്യാം കേട്ടോ. ചെറുതായിട്ടൊന്ന് ചൂടാക്കിയിട്ട് ഓഫ് ചെയ്യാം. അപ്പോൾ നമ്മുടെ മുട്ടക്കറി റെഡി. അപ്പോൾ നമുക്കിന്ന് രാവിലെ ജോഷുവിന് കുറച്ച് കുറുക്കുണ്ടാക്കണം. ഇത് ഞങ്ങൾ നാട്ടിൽ നിന്ന് മേടിച്ച ഏത്തക്കാപ്പൊടിയാണ്. അതിൻ്റെ കണ്ടൻസൊക്കെ അതിൻ്റെ പുറത്ത് എഴുതിയിട്ടുണ്ടായിരുന്നു. പ്രോട്ടീനും കാർബോഹൈഡ്രേറ്റും ഫാറ്റും എല്ലാം ഉണ്ട് കുറേശ്ശെ. പിന്നെ കുക്ക് ചെയ്യേണ്ട രീതി ഉണ്ടായിരുന്നു. 2 സ്പൂൺ എടുക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ കുറച്ച് ചൂടുവെള്ളം ഒഴിച്ച് മിക്സ് ചെയ്തു. ചൂടുവെള്ളം പാലം ഒഴിക്കാമെന്ന് അതിൽ പറഞ്ഞേക്കുന്നു. അപ്പോൾ കുറുക്ക് റെഡി ആയിട്ടുണ്ട്. അതിൻ്റെ അകത്ത് ഞാൻ കുറച്ച് മധുരത്തിന് വേണ്ടിയിട്ട് പനങ്കൽക്കണ്ടാണ് ആഡ് ചെയ്തത്. അപ്പോൾ ജോഷിന് ഫുഡ് കൊടുത്തു കഴിഞ്ഞു. ഇനി അടുത്ത ഒരു ഇച്ചിരി മീൽ പ്രിപ്പാണ്. ഇത് സ്വീറ്റ് പൊട്ടറ്റോ ആണ് കേട്ടോ. ജോഷിന് കൊടുക്കാൻ വേണ്ടി മേടിച്ച് വെച്ചിരിക്കുന്നതാണ്. അത് ഞാൻ പീൽ ചെയ്ത് സിപ്ലോക്ക് ബാഗിലാക്കി വെച്ചിട്ടുണ്ട്. അടുത്ത് കുറച്ച് മുരിങ്ങക്കോലുണ്ടായിരുന്നു. ഒരു ബ്രിഞ്ചിലും കുറച്ച് ബീൻസും കൂടെ ഒരുമിച്ച് വെച്ചിട്ടുണ്ട്. ഒരു സാമ്പാർ വെക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ബ്രിഞ്ചിൽ തന്നെ കുറച്ച് പാക്ക് ചെയ്തിട്ടുണ്ട് മെഴുക്കുവരട്ടി ഉണ്ടാക്കാൻ. പിന്നെ ബീൻസ് തന്നെ വെച്ചിട്ടുണ്ട്.
ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞു. എന്നാൽ പിന്നെ ലോണ്ടറി ഇട്ടേക്കാന്ന് വെച്ച് ഞാൻ ഒരുമിച്ച് എല്ലാം കൂടെ ഒറ്റ ലോഡായിട്ട് ചെയ്യാറില്ല കേട്ടോ, പല ലോഡുകളായിട്ടാണ് ചെയ്യുന്നത്. വാഷ് ചെയ്ത് കിട്ടാൻ കുറച്ച് സമയം എടുക്കുമെങ്കിലും മടക്കി വെക്കാൻ ഇതാണ് എളുപ്പം തോന്നി. ലോണ്ടറി വീക്കെൻഡിലും വെനസ്ഡേസിലും ഞാൻ ചെയ്യാറുണ്ട്, അല്ലെങ്കിൽ വീക്കെൻഡിൽ ഇച്ചിരി ഓവർലോഡ് ആകും. നോവയുടെ ഒരു ലോഡും ഞങ്ങളുടെ ഒരു ലോഡും ഞാൻ വീക്കെൻഡിൽ ചെയ്യും. ജോഷുവിൻ്റെ എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ചെയ്യും. അങ്ങനെ പ്രത്യേക ദിവസം ഒന്നുമില്ല കേട്ടോ. നമ്മുടെ വാഷിംഗ് മെഷീൻ ഇങ്ങനത്തെയാണ്. ഇതിൽ കാണുന്ന താഴത്തെ വാഷറും മേളത്തെ ഡ്രയറുമാണ്. ലോണ്ടറി ചെയ്താൽ തന്നെ പകുതി പണി കഴിഞ്ഞ പോലെ തോന്നാറുണ്ട് കേട്ടോ. വാഷ് ചെയ്ത് കിട്ടാൻ ഓൾമോസ്റ്റ് 1 hour എടുക്കും. എന്നാലും എൻ്റെ ഇടയ്ക്ക് ഇനി അങ്ങോട്ട് നോക്കണ്ട. രാവിലത്തെ പണിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ജോഷിൻ്റെ കൂടെ കുറച്ച് നേരം ഇരുന്നേക്കാന്ന് വിചാരിച്ചു. ഈ വീട്ടിൽ നമ്മളെ ഏറ്റവും ആവശ്യം ഇവനാണല്ലോ. അപ്പോൾ ഇതാരാ ചോദിച്ചു? ബേബിയാണോ? 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 ബേബി? ബേബി ജോഷു? ബേബി? അപ്പോൾ ഉച്ച കഴിഞ്ഞു, ലഞ്ചൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളൊന്ന് പുറത്തേക്ക് ഇറങ്ങാൻ നോക്കുകയാണ്. ഇച്ചിരി പരിപാടികളുണ്ട്. ഐബ്രോ വളർന്ന് എൻ്റെ സെൽഫ് എസ്റ്റീമിനെ തന്നെ ബാധിക്കുമെന്ന തോന്നൽ വന്നപ്പോൾ ഞാൻ തന്നെ തീരുമാനിച്ചു ത്രെഡ് ചെയ്തേക്കാന്ന്. നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെയൊക്കെ തോന്നാറുണ്ടോ? ഞാൻ ആകെക്കൂടെ ചെയ്യുന്ന ഒരു കാര്യമാണ് കേട്ടോ ഐബ്രോ ത്രെഡിങ്. അത് മാസത്തിൽ 2 തവണ ചെയ്യാറുണ്ട്, കാരണം അത്രയ്ക്ക് വളർന്നു വരാറുണ്ട് എൻ്റെ. അപ്പോൾ ഇന്ന് അപ്പോയിൻമെൻ്റ് ഒന്നുമില്ല, ജസ്റ്റ് വോക്കിനാണ്. സ്ഥിരം ചെയ്യുന്ന ചേച്ചി ജോലിയിലായതുകൊണ്ട് ഇന്നിവിടെ ഇത്തിരി കാശ് കൊടുക്കേണ്ടി വരും. എന്നാലും സാരമില്ല, സുന്ദരിയാവാനല്ലേ. ഞാൻ എവിടെ പോയാലും നോവി എൻ്റെ കൂടെ വാല് പോലെ കാണും കേട്ടോ. അവൾക്ക് ഇഷ്ടമാണ് എൻ്റെ കൂടെ ഇങ്ങനെ പോരാനും ഇങ്ങനെ കാണാനും ഒക്കെ. സോ എനിക്കും ഇഷ്ടമാണ് അവളെ കൂട്ടി പോവാൻ. ഇത് 15 വയസ്സാകുമ്പോൾ ഡിസ്നി ലാൻഡിൽ പോകുന്ന കാര്യം പറയുകയാണ്. ആളുടെ പിഗി ബാങ്കിലെ മണി മുഴുവൻ അതിനുവേണ്ടി യൂസ് ചെയ്യണമെന്നാണ് പറയുന്നത്. എത്ര നല്ലൊരു കോൺസെപ്റ്റ് ആണല്ലേ പിഗി ബാങ്ക് എന്ന് പറയുന്നത്. നോവിക്ക് ഈവൻ ഒരു പെന്നി കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നോവി അതിൽ കൊണ്ടിട്ടിട്ട് പറയും, എനിക്ക് ഡിസ്നിലാൻഡിൽ പോകാൻ വേണ്ടിയിട്ട് ഞാൻ സേവ് ചെയ്യുന്നതെന്ന്. എവിടെ ഒരു കോയിൻ കിടക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ അവൾ എടുത്തോണ്ട് പോവും, അത് അതിൽ കൊണ്ടിടും. നോവി എനിക്ക് വേണ്ടി വെയിറ്റ് ചെയ്തുകൊണ്ട് നോവയ്ക്ക് ട്രീറ്റ് അല്ലേ? നോവയ്ക്ക് ഐസ്ക്രീം കിട്ടിയേ, ബബിൾ ഗം. നല്ലതാണ് നോവിയ, യമി. ഇതാണ് കുഴപ്പമില്ല, നന്നായിട്ട് ചെയ്തു. ത്രെഡ് ചെയ്തു, സൂപ്പറല്ലേ? ചുവന്നിരിക്കുന്നു അല്ലേ? ഇവിടെ ഹാലോവീൻ്റെ തിരക്ക് തുടങ്ങി. അപ്പോൾ നോവിക്ക് ഹാലോവീൻ്റെ കോസ്റ്റ്യൂം മേടിക്കണമെന്ന് പറഞ്ഞു. നമുക്ക് ഇവിടെ ഉള്ളൊരു കടയിൽ കയറി നോക്കാം. പിന്നിലുള്ള സ്റ്റോറി എന്താണെന്നറിയാം. കുറേ കാലങ്ങൾക്ക് ഹാലോവിൻ പോലെയുള്ള ആഘോഷങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അയർലൻഡിലും UK യിലും പാർട്സ് ഓഫ് ഫ്രാൻസിലും ഒക്കെ ജീവിച്ചിരുന്ന ആൾക്കാരെയാണ് കേട്ടോ സെൽസ് എന്ന് പറയുന്നത്. അവർ ന്യൂ ഇയർ സെലിബ്രേറ്റ് ചെയ്തിരുന്നത് November 1 അപ്പോൾ ആ ഡേക്ക് മുന്നുള്ള നൈറ്റ്, അതായത് October 31 മരിച്ച ആത്മാക്കൾ ഭൂമിയിൽ വരുമെന്നാണ് അവർ വിശ്വസിച്ചിരുന്നത്. അതുകൊണ്ട് അവർ വലിയ ബോൺഫയർ ഒക്കെ കൊളുത്തി ഭയപ്പെടുത്തുന്ന കോസ്റ്റ്യൂംസ് ഒക്കെ ഇട്ട് സ്പിരിറ്റിനെ പേടിപ്പിച്ച് ഓടിക്കാൻ ശ്രമിച്ചു. ചിലർ ഭക്ഷണം പുറത്തു വയ്ക്കും. അതെന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ ആത്മാക്കളെ സന്തോഷിപ്പിക്കാനും അവരുടെ വീട്ടിൽ മറ്റു പ്രശ്നങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ട്. ഇതിങ്ങനെ കുറേ കാലം തുടർന്നു. പിന്നീട് കുറേ നാളുകൾക്ക് ശേഷം ക്രൈസ്തവ സഭ November 1 ഓൾ സെയിൻസ് ഡേ ആക്കി മാറ്റി. അപ്പോൾ October 31 ഹാലോസ് ഈവ് എന്ന് വിളിച്ചു തുടങ്ങി. ആ ഹാലോസ് ഈവ് കാലക്രമേണ ഹാലോവീൻ ആയിട്ട് മാറി. കോസ്റ്റ്യൂം ഡ്രസ്സപ്പ്, ട്രിക്ക് ഓർ ട്രീറ്റിങ്, പംകിൻ കാർവിങ്, ഹോം ഡെക്കർ, പിന്നെ ഹാലോവിൻ പാർട്ടീസ് ആൻഡ് സ്കൂൾ ഫൺ, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഇവിടെ കനഡിയൻസ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. നോവയ്ക്ക് വെനസ്ഡേ ആഡത്തിൻ്റെ കോസ്റ്റ്യൂം വേണമെന്നാണ് പറയുന്നത്. വെനസ്ഡേ ആഡം ഉണ്ടോ നോക്കട്ടെ, ഉണ്ടെങ്കിൽ പറയണേ. നോക്ക്, ഇത് മതിയോ? ഇത് ഒക്കെ ഡെക്കറേഷൻ ഇവിടെ.
ഇനി നമുക്കൊന്ന് വിന്നേഴ്സിൽ പോകണം, കുറച്ച് സാധനം മേടിക്കാൻ. ഒരു ഗിഫ്റ്റ് ഐറ്റം വാങ്ങാൻ വേണ്ടിയിട്ടാട്ടോ വിന്നേഴ്സിൽ വന്നിരിക്കുന്നത്. പക്ഷേ ഒന്നും അങ്ങനെ കാണുന്നില്ല, കാരണം ഇവിടെ താങ്ക്സ് ഗിവിങ്ങിൻ്റെ സീസൺ ആയതുകൊണ്ട് അങ്ങനെയുള്ള ഐറ്റംസാണ് കൂടുതൽ, സീസണലായിട്ടുള്ള ഐറ്റംസാണ് കൂടുതൽ വെച്ചിരിക്കുന്നത്. എന്തായാലും നമുക്ക് പറഞ്ഞാൽ എന്തെങ്കിലും തപ്പിയെടുക്കണം. And the tongue blue eye. Water metro. ഇത് water. മാത്രമോ? ഈ ബ്ലൂ അല്ലി ഇത്. അല്ലി ഈ വെള്ള റെഡ്. ഏറെ ഗിഫ്റ്റ്. നോക്കല്ലേ? ഒരു പ്ലേറ്റ് വേണമെങ്കിൽ മേടിച്ചാൽ. അങ്ങനെ എല്ലാ അയലിലും പലതവണ കയറി ഇറങ്ങി ഞങ്ങൾ അവസാനം വാൾ പിക്ചേഴ്സിൻ്റെ സെക്ഷനിലെത്തി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ കുറച്ച് നല്ല വാൾ പിക്ചേഴ്സൊക്കെ കണ്ടു. അതിലൊരു 3-4 എടുത്ത് നിരത്തി വെച്ചിട്ട് ഏറ്റവും നല്ലതെന്ന് തോന്നി ഒരെണ്ണം എടുത്തു കേട്ടോ. വെറുതെ ഒരു കാർ ഡ്രൈവ് പോയതാണിത്. ഫോളോ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഭംഗിയാണ് ഇവിടെ കാണാൻ. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഞാനിവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു ഫോർ വാച്ചിങ്. അടുത്ത വീഡിയോയിൽ കാണാം കേട്ടോ.